അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോയാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കും അതുപോലെ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും വാട്സപ്പിലൊന്ന് സ്റ്റാറ്റസായി ഈ വീഡിയോ ലിങ്ക് ഒന്ന് വെക്കണം. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട താരീഖിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ വീഡിയോ കാണുന്നതോടുകൂടെ നിങ്ങൾക്ക് പൊതുപരീക്ഷ സിമ്പിളായി എഴുതാൻ കഴിയും. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, വർഷം തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റിൽ ഹിജറ 1, ഹിജറ 3, ഹിജറ 2. ഇതിൽ ഉഹദ് യുദ്ധം ഉണ്ടായ വർഷം ഏത്? ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ്. ഉഹദ് യുദ്ധം ഉണ്ടായത് ഹിജറ 3-ാം വർഷമാണ്. ഹിജറ 3-ാം വർഷം ഷവ്വാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു? ബദർ യുദ്ധം നടന്നത് ഏത് വർഷത്തിലാണ്? ശരിയായത് ഹിജറ 2-ാം വർഷം റമളാനിൽ. ബദർ യുദ്ധം നടന്നത് ഹിജറ 2-ാം വർഷമാണ്. റമളാൻ മാസത്തിലായിരുന്നു യുദ്ധം. ഇനി അടുത്തത്, ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ത്? ഉത്തരം, സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ചോദ്യം 2, ഗസ്വത്ത് എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കുന്ന യുദ്ധത്തിനാണ് ഗസ്വത്ത് എന്ന് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് ഗസ്വത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി, ചേരുംപടി ചേർക്കുക. ഇവിടെ 3 കോളങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളവുമായും രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളവുമായി ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് സരിയ്യത്ത്. സരിയ്യത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധത്തിനാണ് സരിയ്യത്ത് എന്ന് പറയുക. സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും. അപ്പോൾ സരിയ്യത്ത് എന്നതിന് അവിടുന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കോളത്തിലേക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഗസ്വത്ത് എന്നതിലേക്കും വരച്ചു കൊടുക്കുക. സരിയ്യത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഗസ്വത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കുന്ന യുദ്ധത്തിന് ഗസ്വത്ത് എന്നും, അല്ലാത്തവ അതായത് യുദ്ധം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയ്യത്തും എന്നുമാണ് പേര് പറയുക. ഇനി രണ്ടാമത്തേത്, 70 പേർ ബദറിൽ 70 ശത്രുക്കൾ കൊല്ലപ്പെട്ടു. ഇനി ബദർ എന്ന കോളത്തിൽ നിന്നും 14 എന്ന കോളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം ബദറിൽ 70 ശത്രുക്കൾ കൊല്ലപ്പെട്ടു. അതുപോലെ മുസ്ലിം പക്ഷത്തു നിന്ന് 14 പേരാണ് ഷഹീദായത്. മൂന്നാമത്തെ കോളം 23 പേർ ഉഹദിൽ 23 പേർ കൊല്ലപ്പെട്ടു. ശത്രുപക്ഷത്തു നിന്നും 23 പേര് കൊല്ലപ്പെട്ടു. 70 സ്വഹാബികൾ ഉഹദിൽ ഷഹീദാവുകയും ചെയ്തു. അപ്പോൾ 23 പേർ എന്നതിൽ നിന്ന് ഉഹദ് എന്നതിലേക്കും ഉഹദ് എന്നതിൽ നിന്ന് 70 സ്വഹാബികൾ എന്നതിലേക്കും വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. താഴെ വിട്ടുപോയ ഭാഗങ്ങൾ ശരിയായതുകൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തത്, ഡാഷ് മുറിവേൽക്കുകയും ഡാഷ് പൊട്ടുകയും ചെയ്തു. പൂരിപ്പിച്ചു കൊടുക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിനു മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. രണ്ടാമത്തത്, ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിയവർ ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കുക. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിയവർ മുനാഫിക്കുകളായിരുന്നു. ഇനി മൂന്നാമത്തത്, ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഡാഷ് പേർ കൊല്ലപ്പെട്ടു. പൂരിപ്പിച്ചു കൊടുക്കാം. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ 23 പേർ കൊല്ലപ്പെട്ടു. നാലാമത്തത്, തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ഡാഷ് പൂരിപ്പിക്കുക. തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. ഇനി ആശയം എഴുതുക, അർത്ഥം എഴുതി കൊടുക്കാനാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അർത്ഥം എഴുതി കൊടുക്കുക. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി, യോജിച്ചവ ചേർക്കാം. വലതുഭാഗത്ത് കളിയുമായി യോജിച്ചത് ഇടതുഭാഗത്തേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തത് ഖുറൈശികൾ, അതിന് യോജിച്ചത് ബനൂ ബക്കർ. ബനൂ ബക്കർ ഗോത്രക്കാരെ ഖുറൈശികൾ സഹായിച്ചിരുന്നു. മക്ക വിജയം എന്ന പാഠഭാഗത്തിൽ ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചിരുന്നു. അപ്പോൾ ഖുറൈശികളും ബനൂ ബക്കർ ഗോത്രക്കാരുമായിരുന്നു യുദ്ധത്തിന് ഇറങ്ങിയിരുന്നത്. ഇനി രണ്ടാമത്തത്, മക്കയുടെ മേൽഭാഗത്തിലൂടെ, അതായത് മക്കയുടെ മേൽഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ രണ്ടെണ്ണമാക്കി അതിലൊരു സൈന്യം മക്കയുടെ മുകൾ ഭാഗത്തിലൂടെയും മറ്റൊരു സൈന്യം മക്കയുടെ താഴ്ഭാഗത്തിലൂടെയും പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. അത് പ്രകാരം മക്കയുടെ മേൽഭാഗത്തിലൂടെ പോയത് ആരാണ്? മക്കയുടെ മേൽഭാഗത്തിലൂടെ പോയത് നബിയും സൈന്യവുമായിരുന്നു. നബി തങ്ങളും സൈന്യവുമായിരുന്നു മക്കയുടെ മേൽഭാഗത്തിലൂടെ പ്രവേശിച്ചത്. ഇനി മൂന്നാമത്തത്, മക്കയുടെ താഴ്ഭാഗത്തിലൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് സൈന്യമായിരുന്നു. അപ്പോൾ അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ സൈന്യവുമായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ താഴ്ഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. ഇനി നാലാമത്തത്, മുസ്ലിങ്ങൾ. നമുക്കറിയാം, മക്ക വിജയത്തിൽ ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചപ്പോൾ ഖുസാഅത്ത് ഗോത്രക്കാർ മുസ്ലിമീങ്ങളോട് സഹായം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുസാഅത്ത് ഗോത്രക്കാർ നബിയോട് സഹായം ചോദിച്ചു. അതിനാൽ തന്നെ മുസ്ലിമീങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ എന്നതിൽ നിന്നും ഖുസാഅത്ത് എന്ന് രേഖപ്പെടുത്തുക, അതിലേക്ക് വരഞ്ഞു കൊടുക്കുക. കാരണം മുസ്ലിമീങ്ങൾ ഖുസാഅത്ത് ഗോത്രക്കാരെ സഹായിച്ചു, ഖുറൈശികൾ ബനൂ ബക്കർക്കാരെ സഹായിക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, മക്ക വിജയം എന്നായിരുന്നു? മക്ക വിജയം നടന്നത് ഹിജറ 8-ാം വർഷമായിരുന്നു മക്ക വിജയം ഉണ്ടായത്. ചോദ്യം 2, എവിടെ എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ രണ്ടാക്കിയത്? നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈന്യത്തെ രണ്ടായി വിഭജിച്ചു. അതിലൊന്നിൻ്റെ നേതാവ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെ വെച്ചുകൊണ്ടായിരുന്നു
ഈ വിഭജനം ഉണ്ടായത്? ഉത്തരം മക്കയുടെ സമീപത്ത് ദീതുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ. ഇനി ചോദ്യം 3, ഏത് ഖുർആൻ ആയത്ത് എത്തിയപ്പോഴാണ് ശത്രുക്കൾ ഒളിച്ചത്? ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ എത്ര വിഭാഗമാക്കി? 2 വിഭാഗം. ചോദ്യം 5, കഅബയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എന്ത് ചെയ്തു? ഉത്തരം നബിയും സഹാബത്തും കഅബയുടെ അടുത്തെത്തിയപ്പോൾ അവർ ത്വാഫ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിച്ചു. കഅബയിൽ പ്രവേശിച്ചു 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി അടുത്ത ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ ഡാഷ് പ്രവേശിച്ചു. പൂരിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ മേൽഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചു. 2, ഡാഷ് സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പുറപ്പെട്ടു. പൂരിപ്പിച്ചു കൊടുക്കാം. 10,000 സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു. ഇനി അടുത്ത ആക്ടിവിറ്റി, അർത്ഥം എഴുതുക. വഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. ഈ ആയത്തിൻ്റെ അർത്ഥം എഴുതുക. അർത്ഥം, സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തത്, മുസ്ലിമീങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ ആരാണ് വന്നത്? മുസ്ലിമീങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ ശത്രുപക്ഷത്തു നിന്നും ഒരു ശത്രുവിനെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് അബൂ സുഫിയാനായിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി, പേര് എഴുതുക. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും യാത്രയിൽ ഇറങ്ങിയ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും യാത്രയിൽ ഇറങ്ങി. എവിടെ വെച്ചായിരുന്നു? മറുൽ ലഹ്റാൻ. മറുൽ ലഹ്റാൻ എന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഇറങ്ങി. ഇനി അടുത്തത്, അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുതിരയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുതിരപ്പുറത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറി. ചുറ്റിക്കറങ്ങുന്നതിനിടയിലാണ് അബൂ സുഫിയാനെയും കാണുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുതിരപ്പുറത്ത് കയറി. ആ കുതിരയുടെ പേര് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ബൈള എന്നാണ് ആ കുതിരയുടെ പേര്. ഇനി മൂന്നാമത്തത്, മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പോയ 2 ഗോത്രങ്ങൾ. മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പോയ 2 ഗോത്രങ്ങൾ. ഖാലിദ് റളിയല്ലാഹു അൻഹും സൈന്യവും മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പ്രവേശിച്ചു. ആ സമയത്തായിരുന്നു ബനൂ ബക്കർ അതുപോലെ ഹുദൈൽ എന്ന് പറയുന്ന 2 ഗോത്രങ്ങളായിരുന്നു. അവർ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തു. അടുത്ത ആക്ടിവിറ്റി, ആരാണ് പറഞ്ഞത്? മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ വമൻ അഗ്ലഖ അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ. ഇത് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരുന്നു. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നിങ്ങളെ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, മക്ക വിജയം എന്ന പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുപോലെ സൈന്യത്തിൻ്റെയും നീക്കങ്ങൾ അറിയാൻ വേണ്ടി അബൂ സുഫിയാൻ വന്നു. പക്ഷേ അബൂ സുഫിയാനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാനിടയായി. അപ്പോൾ നമ്മളെ പാഠഭാഗത്തിൽ അബൂ സുഫിയാൻ എന്നേ കൊടുത്തിട്ടുള്ളൂ, അവിടെ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടില്ല. കാരണം റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശേഷം മുസ്ലിമായി അബൂ സുഫിയാൻ മുസ്ലിം സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ടു. അതിനുശേഷം അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയാൻ പറഞ്ഞതാണ് നമ്മൾ ഈ താഴെ വായിച്ചത്. അപ്പം അതിന് പാഠഭാഗത്തിൽ റളിയല്ലാഹു അൻഹു എന്ന് കൊടുക്കുന്നുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, കാരണം മുസ്ലിമായ ശേഷമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ. ഇനി അടുത്ത ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, യുദ്ധം നടക്കാനുണ്ടായ കാരണം എന്ത്? ഉത്തരം, ഹുദൈബിയയിലുണ്ടായ കരാറിന് എതിരായിരുന്നു അവർ ചെയ്തിരുന്നത്. കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് ഒരു ഒപ്പ് വച്ചിരുന്നു, കരാറ്. ആ കരാറിനെതിരെ അവർ പ്രവർത്തിച്ചു. രണ്ടാമത്തത്, അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാക്കി ആര്? മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3, മക്ക വിജയത്തിൽ ശത്രുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്കും കഠിനമായി ദ്രോഹിച്ചവർക്കുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് നൽകി. ഇനി യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ കളിയുമായി രണ്ടാമത്തെ കോളം യോജിപ്പിക്കുക. ഹവാസിൻ, സഖീഫ്, ഈ 2 ഗോത്രങ്ങൾ ശത്രുക്കളായിരുന്നു. ഹവാസിൻ, സഖീഫ്. രണ്ടാമത്തത്, ഹുനൈനിലെ ഷഹീദായ മുസ്ലിമീങ്ങൾ. ഹുനൈൻ യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിമീങ്ങൾ 12 പേർ. ഇനി മൂന്നാമത്തത്, ഹുനൈനിലെ കൊല്ലപ്പെട്ട ശത്രുക്കൾ. ഹുനൈൻ യുദ്ധത്തിൽ 70 ശത്രുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നാലാമത്തത്, മുസ്ലിമീങ്ങൾ. ഹുനൈൻ യുദ്ധത്തിൽ 12,000 മുസ്ലിമീങ്ങളാണ് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഏതൊക്കെ ഗോത്രങ്ങളാണ് ഹുനൈനിൽ മുസ്ലിമീങ്ങളോട് നേരിടാൻ വന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹവാസിൻ, സഖീഫ്, ഈ 2 ഗോത്രങ്ങളാണ് മുസ്ലിമീങ്ങളോട് യുദ്ധത്തിന് വന്നിരുന്നത്. ഈ ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് എന്ത് പറയാനാണ് കൽപ്പിച്ചത്? ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചത്, യാ മഅ്ശറൽ മുഹാജിരീൻ വൽ അൻസ്വാരി ഹലുമ്മു ഇലാ റസൂലില്ലാ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ കൽപ്പിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചിലപ്പോൾ അർത്ഥം എഴുതാനുണ്ടാകും. അതിൻ്റെ അർത്ഥം എഴുതി വയ്ക്കുക. മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ. ചോദ്യം 3, എത്ര ദിവസം ശത്രുക്കളെ മുസ്ലിമീങ്ങൾ ഉപരോധിച്ചത്? ഉത്തരം, 20 ദിവസം. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ അപേക്ഷിച്ചത് എന്ത്? അവരെ വളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുക്കൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വിടണം. ഇതായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചത്. ഇനി ചോദ്യം 5, മുസ്ലിമീങ്ങൾ ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ എന്താണ് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചത്? ഉത്തരം, മുസ്ലിമീങ്ങൾക്ക് നേരെ അമ്പെയ്ത്ത് നടത്തി. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. അന്ന് ഡാഷ് പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു.
പൂരിപ്പിച്ചു കൊടുക്കുക. അന്ന് ത്വായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു. 2. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ ചിലർ ഡാഷ്. പ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ ചിലർ ഓടിപ്പോവുകയുണ്ടായി. ഇനി അവസാനത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാ മഅശറൽ മുഹാജിരീന വൽ അൻസ്വാരി ഹലുമു ഇലാ റസൂലില്ലാ. മുഹാജിറുകളും അൻസ്വാറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി വർഷം എഴുതാം. ഓരോ ഇമാമിൻ്റെയും ജനനവും അതുപോലെ വഫാത്തും. ഒന്നാമത്തെ ഇമാം മാലിക് റഹ്മഹുല്ല. തങ്ങൾ ജനിക്കുന്നത് 95-ലാണ്. വഫാത്ത് 179. ഇമാം ഹംബൽ റഹ്മഹുല്ല. തങ്ങൾ ജനിക്കുന്നത് ഹിജറ 164. വഫാത്ത് 241. ഇമാം അബു ഹനീഫ റഹ്മഹുല്ല. തങ്ങൾ ജനിക്കുന്നത് ഹിജറ 80-ലാണ്. മഹാനവറുകളുടെ വഫാത്ത് 150-ലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹനഫി ഇമാം വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാമിന് ജനനം. 150-ലാണ് ഷാഫി ഇമാം ജനിക്കുന്നത്, ഹിജറ 150. ഇമാം ഷാഫി റഹ്മഹുല്ല തങ്ങൾ ജനിക്കുന്നത് ഹിജറ 150. തങ്ങൾ വഫാത്താകുന്നത് 204. 150 ജനനവും 204 വഫാത്ത്. ഇനി താരീഖുമായി ബന്ധപ്പെട്ട താരീഖിലെ കുറച്ച് ആയത്തുകളും അതുപോലെ ഹദീസുകളും മറ്റു അർത്ഥങ്ങൾ എഴുതാൻ സാധാരണ പൊതുപരീക്ഷയ്ക്ക് വരാറുള്ള അറബി വാക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അർത്ഥം, യുദ്ധത്തെ നേരിടേണ്ടി വന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. രണ്ടാമത്തത് മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ സുരക്ഷിതരാണ്. മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ സുരക്ഷിതരാണ്. അടുത്തത് വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ്. വമൻ അഗ്ലഖ അലൈഹി ദാറഹു ഫഹുവ ആമിനുൻ. സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവരും സുരക്ഷിതരാണ്. ഇനി അടുത്തത് ജാ അൽ ഹഖു വസഹഖൽ ബാത്തുലു ഇന്നൽ ബാത്തുല കാന സഹൂഖ. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയാൻ പറഞ്ഞതാണ്, യാ മആശിറൽ മുഹാജിരീന വൽ അൻസ്വാർ ഹലുമ്മു ഇലാ റസൂലില്ലാ. അൻസ്വാരികളും മുഹാജിറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ. അടുത്തത് ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ. എൻ്റെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം. ഇനി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖലത് മിൻ ഖബ്ലിഹിർ റുസുലു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്തത്
മൻ കാന യഅബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ഇനി വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യിൻ ലാ യമൂതു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നവനാകും. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നവനാകുന്നു. ഇതാണ് അർത്ഥം. പാഠത്തിലെ എല്ലാ ഭാഗത്തിലുമുള്ള ഹദീസുകളും ആയത്തുകളും മറ്റും അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ താരീഖുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ഇതുപോലുള്ള മറ്റു വിഷയങ്ങളുടെ വീഡിയോകളും പെട്ടെന്ന് തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ കൈകളിൽ നോട്ടോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാവരും അയച്ചു തരണം. മറ്റുള്ള വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഏതൊരു കാര്യമുണ്ടെങ്കിലും എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ ഇതുപോലെ വീഡിയോ ആക്കി എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.